ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ തമ്പിയോട് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തമ്പിയോട് നൈസായിട്ട് ഊരിപ്പോകാനായിട്ട് നോക്കുക. പക്ഷേ അബി വിട്ടുകൊടുക്കുമോ? അബി അവനെ പിടിച്ചങ്ങ് നിർത്തി. ഞാൻ കഥ പറഞ്ഞ് തുടങ്ങിയാലേ അത് അവസാനിപ്പിച്ചിട്ടേ താൻ ഇവിടെ നിന്ന് ചലിക്കൂ എന്ന് നമ്മുടെ അബി തമ്പിയോട് പറഞ്ഞു. തമ്പിക്ക് മിണ്ടാൻ പറ്റുന്നില്ലേ, തൊട്ടിച്ച് പിടിച്ചിങ്ങനെ അവിടെ നിൽക്കാം. ആ പെണ്ണിൻ്റെ പേര് രാധാമണി വാരസ്യാരെന്നാണെന്ന് പറയുമ്പോഴത്തേക്കും തമ്പിയുടെ ഒരു നോട്ടോ ഒരു നിപ്പും ഒക്കെ കണ്ട് നമ്മുടെ അഭി അതിങ്ങ് പുളകം കൊള്ളുക. കാരണം ഇവൻ തീർന്നു എന്ന് അഭിക്ക് മനസ്സിലായി. അവളെ പിച്ച് ചീന്തിയ നരാധമൻ ആരാണെന്ന് ഞാൻ പറയണോ അതോ താൻ പറയോ എന്ന് നമ്മുടെ അഭി തമ്പിയോട് ചോദിച്ചപ്പോൾ ഉണ്ടക്കണ്ണും വീഴ്ച തമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ഫ്രോഡ് നീയാണ്, വിശ്വനാഥൻ തമ്പി എന്നൊക്കെ പറയുമ്പം അനാവശ്യം പറയുന്നോടാ. നീ മുൻപും ഇങ്ങനെ ഒരു പേരുമായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒന്നും നടക്കാതെ വന്നപ്പോൾ കെട്ടുകഥയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണല്ലോ എടാന്ന് ചോദിച്ചുകൊണ്ട് അബിയുടെ കുത്തിന് കയറി പിടിച്ചു. എടാ, നിനക്ക് ആള് തെറ്റിപ്പോയടാ എന്ന് തമ്പി പറയുക അബിയോട്. അപ്പോൾ ഈ ഫോട്ടോ ഒന്നുകൂടി കാണിച്ചു. നിനക്ക് ഇവരെ അറിയില്ലല്ലേ എന്ന് അബി ചോദിച്ചു. തമ്പി പേടിച്ച് നിൽക്കുക. പിന്നെ എന്തിനാ നീ ഇപ്പോൾ ഇവിടെ നിന്ന് വിറയ്ക്കുന്നേ എന്ന് അബി ചോദിക്കുക. അപ്പോൾ തമ്പിയുടെ പിടി വിട്ടു മക്കളെ. ഇതൊക്കെ കണ്ട് നമ്മുടെ വക്കീലും ചിരിക്കുക. അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് തുറച്ചു നോക്കിയിട്ട് ഇവളെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു തമ്പി. എന്നെ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് നീ സ്വപ്നം കാണുകയും വേണ്ട. അതിന് നീ വേറെ ആളെ നോക്കാനൊക്കെ തമ്പി പറയുമ്പം ഓ എന്നാ ഇനിയൊരു സത്യം കൂടി താൻ കേട്ടോളാൻ പറഞ്ഞു. രാധാമണി വാരിസ്യാർ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന കാര്യം പറയുമ്പോൾ തമ്പി വീണ്ടും ഞെട്ടി. അപ്പോൾ തമ്പിക്ക് രാധാമണിയിൽ പിറന്ന ആ ഒരു കുഞ്ഞ് എന്തിനും പോകുന്ന ആണൊരുത്തനായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും നമ്മുടെ അഭി അങ്ങ് പറയുക. രാധാമണി മോനിട്ട പേരെന്താണെന്ന് അറിയാമോ? വിശ്വൻ എന്നാണെന്ന് പറയുമ്പോൾ തമ്പി വീണ്ടും ഞെട്ടി. ഞെട്ടലിന് പിന്നെ തമ്പിക്ക് യാതൊരു പഞ്ഞോ ഇല്ല, ഞെട്ടിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ വക്കീൽ നേരം പറഞ്ഞു, അച്ഛനെ തേടി അവന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നും പൂനെയിൽ നിന്നാണ് അവൻ്റെ വരവെന്നൊക്കെ പറഞ്ഞ് അവനോട് അവൻ്റെ അമ്മ പറഞ്ഞു വിട്ടതേ പോയി സൂര്യ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന കാര്യവും സക്കീർ ഭായി പറയുക. അതൊക്കെ കേട്ട് തമ്പി പേടിച്ച് വിറച്ച് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഏതായാലും എന്താണെങ്കിലും അവിടെ ചെന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് രാധാമണി വാരസ്യാർക്ക് അറിയാം. നീതി അവിടെ കിട്ടുമെന്നും അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വന്നതേ ഞങ്ങൾക്കരികിലേക്കാണെന്നും പിന്നെ രാധാമണി വാരസ്യാരുടെ ഈ ഒരു ഫോട്ടോയും അവൻ തന്നെ ഞങ്ങൾക്ക് തന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഭി നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്ന തമ്പിയോട് രാധാമണി വാരസ്യാർ കോടതിയിൽ പോയാൽ തമ്പിക്ക് പിന്നെ ഒരു രക്ഷയും കാണില്ല കേട്ടോ. ഒരു DNA ടെസ്റ്റിൽ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ പ്രതിരോധമെന്നും നമ്മുടെ വക്കീൽ പറഞ്ഞു. താൻ കാത്തിരുന്നോളാൻ പറഞ്ഞു. ഏത് നിമിഷവും അച്ഛനെ കാണാൻ മകൻ വരുമെന്നുള്ള കാര്യവും പറഞ്ഞ് തമ്പിയെ അവിടെ ഇട്ട് പൂട്ടി ഇവർ രണ്ടുപേരും കൂടി. അവനൊരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. ഞങ്ങളെപ്പോലും അവൻ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ സക്കീർ ഭായ് ഇങ്ങനെ പറയണു. താൻ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞതൊക്കെ താൻ ഓർത്തു വെച്ചോളാൻ പറഞ്ഞു. ഇങ്ങനൊരു മുഖം ഒളിപ്പിച്ചു വെച്ചാണല്ലേ നീ മാന്യത ചമഞ്ഞതെന്നൊക്കെ അഭി തമ്പിയോട് ചോദിക്കുമ്പോൾ തമ്പിക്കൊന്നും മിണ്ടാനില്ല. ഞങ്ങളെ അടച്ചാക്ഷേപിച്ച തമ്പി നിനക്കുള്ള പണി അത് വന്ന് കഴിഞ്ഞു എന്നും അഭി താക്കീതായിട്ട് കൊടുക്കണം. ചിലപ്പോൾ ഈ സമയം അവൻ നിന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളും പറയുക. തമ്പിക്കൊന്നും മിണ്ടാനില്ല. കഥയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വിശ്വൻ തന്നെ പറഞ്ഞു തരുമെന്ന കാര്യവും നമ്മുടെ തമ്പിയോട് അഭി പറയുകയും ചെയ്തു. നമുക്ക് ഇറങ്ങാം സക്കീർ ഭായ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോയി. തമ്പിയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് പോയി കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധാമണി അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ജാനകി ചെന്ന് അമ്മയുടെ അരികിലിരിക്കും മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. മരുന്ന് കഴിക്കാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ കൊടുക്കുക. അപ്പോൾ മരുന്ന് കൊടുത്തപ്പോൾ വാ തുറക്കുന്നില്ല. അപ്പോൾ വാ തുറക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി നിർബന്ധിച്ച് മരുന്ന് കൊടുക്കാനായിട്ട് വാ തുറപ്പിക്കുന്നു, മരുന്ന് കഴിപ്പിക്കുന്നു. അങ്ങനെ അമ്മ മരുന്നൊക്കെ കഴിച്ച് ആ കട്ടിലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ജാനകി ആണെങ്കിൽ തൻ്റെ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ഒരു ഭാവവ്യത്യാസവും ഇല്ല. അമ്മ ഇതുവരെ ഇവിടെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. അതെന്താ അമ്മേ? ഞാൻ അമ്മയുടെ മോളാണെന്ന് എത്രയോ വട്ടം ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് ജാനകി ചോദിക്കുമ്പോഴും അമ്മ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. മേരി അമ്മയെപ്പോലും അമ്മ മനസ്സിലാക്കുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത് കൊണ്ടല്ലേ അമ്മ ഓരോന്നനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നതെന്നും ജാനകി അമ്മയോട് ചോദിക്കുക. അപ്പോഴും അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, നേരെ പോലും നോക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് മാത്രം എന്താ അമ്മയ്ക്ക് മനസ്സിലാകാതെ പോകുന്നതെന്നൊക്കെ ജാനകി ചോദിക്കുമ്പോഴും അമ്മയുടെ ഒരു ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു സങ്കടം. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്നത് അനാഥ എന്നുള്ള വിളി. എൻ്റെ അമ്മയെ കിട്ടുമ്പോഴെങ്കിലും എനിക്കത് മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവിടെയും എനിക്ക് ദൈവം ചാർത്തി തന്ന അനാഥ എന്ന വിളിപ്പേരിന് മാത്രം മാറ്റം വന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ അമ്മയോട് തൻ്റെ മനസ്സ് തുറന്നിങ്ങനെ സംസാരിക്കുക കേട്ടോ. ബന്ധമെന്ന് പറഞ്ഞ് ഒരാളുടെ
മുഖം കാണാൻ ഒരുപാട് വട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അഭിയേട്ടൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയെങ്കിലും ശരിക്കും വേദന അനുഭവിച്ചു തുടങ്ങിയതേ അടുത്ത കാലത്താണമ്മേന്നൊക്കെ ജാനകി ഇങ്ങനെ അമ്മയോട് തൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്നു. വൃത്തികെട്ട മനുഷ്യൻ്റെ മകള് വീട്ടിലും മരുമകളായി എത്തിയപ്പോൾ മുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി അമ്മയോട് പറയുന്നുണ്ട്. പിന്നെ അയാൾ ആരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേന്ന് ജാനകി ചോദിക്കുക. അത് തമ്പിയാണമ്മേ എന്ന് പേരും പറഞ്ഞു. വിശ്വനാഥൻ തമ്പി എന്ന് പറയുമ്പോഴും അമ്മ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ഓരോ ഭാവവ്യത്യാസവും ഇല്ലാതെ. ജാനകി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ചിരിക്കും. അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ. ഈ പേര് കേട്ടിട്ട് പോലും അമ്മയ്ക്ക് കലിപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ. അതുവരെ ആ കുടുംബത്തിൻ്റെ ബദ്ധശത്രുവായിരുന്നു അയാളുടെ മകളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് അയച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം മാറിപ്പോയി. അതൊരു ശപിക്കപ്പെട്ട നിമിഷമായിരുന്നു എന്നൊക്കെ ജാനകി ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട്, അല്ല ഒരിക്കലും അതൊരു ശപിക്കപ്പെട്ട നിമിഷമാണെന്ന് പറയാനും പറ്റത്തില്ല. അയാളുടെ മകളും അളകാപുരിയിലേക്ക് വന്നിട്ട് തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എൻ്റെ അമ്മയെപ്പറ്റി എനിക്കൊരു സൂചനയെങ്കിലും കിട്ടിയതെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയുടെ ഭാവം മാറുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട് ജാനകി. ഞാൻ അനുഭവിച്ച വേദനകൾക്കൊക്കെ കാരണമായത് എൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു നിമിഷങ്ങളെപ്പറ്റി ഓർത്തിട്ടായിരുന്നു. അവരുടെ എത്രയൊക്കെ പരിഹസിച്ചാലും ഞാനത് കേട്ട് നിൽക്കുന്നത് അവൾ അതിനൊരു നിമിത്തമായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ജാനകി പറയുകയും ചെയ്തു. പിന്നെ അയാളെ ഞാൻ വെറുതെ വിടത്തില്ലെന്നും ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കും. അയാളെ ഞാൻ അനുഭവിപ്പിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞു. അമ്മയെ എനിക്ക് എല്ലാവരുടെ മുന്നിലും കൊണ്ടു ചെന്ന് നിർത്തണം, എൻ്റെ അമ്മയായി എനിക്ക് കൊണ്ടുപോയി നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ തിരിഞ്ഞു കിടന്നപ്പോൾ ജാനകിയുടെ ചങ്ക് പൊട്ടിപ്പോവോ, ഇത്രയും നേരം സംസാരിച്ചൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഓർത്തിട്ട്. അമ്മയ്ക്ക് ഒരു പ്രതികരണം ഉണ്ടായില്ല. ജാനകി എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഉറങ്ങുന്നത് നോക്കിയിരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന തമ്പി കേട്ടോ. തമ്പി വീട്ടിലിരുന്ന് കുടിയാ 2 കുപ്പി അങ്ങാണ്ട് കാലിയാക്കി. എന്നിട്ട് അഭി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. അങ്ങനെ വീണ്ടും ഒഴിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഭാര്യ വന്നിട്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നീ ആരാടി ഇപ്പം ഇങ്ങോട്ട് നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ട് വന്നത്, നിന്നെ ആരാടി ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു തമ്പി. അപ്പോൾ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വന്നതെന്ന് ഭാര്യ പറയാം. അപ്പോൾ കൺമുന്നീന്ന് പോടി നാശം പിടിച്ചവളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ദൈവം ഇങ്ങേർക്ക് ഇത് എന്തു പറ്റിയെന്ന് ഭാര്യ ചോദിക്കാം. അപ്പം നീ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവാടി, എടി പോവാനെന്നും പറഞ്ഞ് ഒച്ച വയ്ക്കുമ്പം നിങ്ങളെ വരുന്ന വഴി ആരെങ്കിലും തല്ലിയോ, സത്യം പറയാൻ പറഞ്ഞു. ഇന്നും ഇരട്ടടി വാങ്ങി കൂട്ടിയോ മനുഷ്യ, അതാണോ നിങ്ങളിങ്ങനെ, ഇനി ചീത്ത പറയാൻ ആ മനുഷ്യനും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടീന്നും പറഞ്ഞ് കുപ്പിയെടുത്ത് കൊല്ലുമെന്നും പറഞ്ഞു ചെന്നു. പോടിയെന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കുക. അപ്പോൾ നിങ്ങളുടെ ദേഹത്തുള്ള ബാധയും കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എടി കുറ്റി അടിച്ചതുപോലെ നിൽക്കാതെ പോടി എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയോട് ഒച്ച വയ്ക്കുന്നു. ഭാര്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇയാളാണെങ്കിൽ അവിടെ ഇരുന്ന് വീണ്ടും കൂടി. അപ്പോഴാണ് ഫോണിലേക്ക് കോള് വരുന്നത്. അപ്പോൾ കോള് വന്നപ്പോഴത്തേക്കും നമ്മുടെ തമ്പി ഫോൺ എടുത്തു. അമ്മ പറഞ്ഞതുപോലെ വിശ്വനാഥൻ തമ്പി അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അതും സൗണ്ട് മാറ്റി വിളിക്കുന്നത് നമ്മുടെ സക്കീർ ബായി ആണ്. തമ്പിയെ ശരിക്കും ഉഴുതു മറിക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മകനായി വേഷം കെട്ടി സക്കീർ ബായി തമ്പിയെ ഫോണിൽ വിളിച്ച് കളിപ്പിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ വിശ്വനാഥൻ തമ്പിയാ, താൻ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞു തോലയ്ക്ക എന്നും പറഞ്ഞു കേട്ടോ ഈ തമ്പി. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ആളിത്തിരി ചൂടനാല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും തമ്പിയുടെ ഭാവമൊക്കെ മാറി. അമ്മ പറഞ്ഞതുപോലെ ചെറുപ്പത്തേനും തമ്പി ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഭാര്യ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. അപ്പം നീ ആരാടാ? ഞാൻ അച്ഛൻ്റെ മോനാ വിശ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും തമ്പി പേടിച്ചു, ശരിക്കും പേടിച്ചു. തമ്പിക്ക് ഒരു പിടുത്തവും കിട്ടാതെ വരുവാണ്. എന്താടാ നീ പറഞ്ഞത്? ഞാൻ എങ്ങനെയാടാ നിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ വർഷം കുറേ ആയില്ലേ അച്ഛൻ അതൊക്കെ മറന്നു കാണുമായിരിക്കും അല്ലേ? രാധാമണി വാരിസ്യാരെയും അച്ഛൻ മറന്നോ, എൻ്റെ അമ്മയെ മറന്നോ എന്നൊക്കെ ചോദിച്ചോട്ട് ഭയങ്കര ഒരു വല്ലാത്ത സൗണ്ടിലൊക്കെയാണ് നമ്മുടെ വക്കീൽ സംസാരിക്കുന്നത്. അപ്പോൾ രാധാമണി വാരസ്യാരുടെ മോനാ ഞാൻ വിശ്വം എന്ന് പറഞ്ഞപ്പോഴേക്കും തമ്പി ഇവിടെ ചെതറാൻ തുടങ്ങി. നമ്മുടെ അഭി അവിടെ നിന്ന് ചിരിക്കാനും തുടങ്ങി. നീ സംസാരിക്കുന്നത് ആരോടാണെന്ന് വല്ല ബോധം ഉണ്ടോടാ നിനക്കും ചോദിക്കുമ്പം ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഓർമ്മ വെച്ച കാലം മുതലേ അമ്മയോട് ചോദിക്കുന്നതാ എൻ്റെ തന്ത ആരാണെന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും തമ്പിയുടെ ഭാവമൊക്കെ മാറി തുടങ്ങി. തള്ള മിണ്ടിയിട്ട് വേണ്ടേ, അടുത്ത കാലത്താ അച്ഛൻ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സക്കീർ ബായി തട്ടി വിടുക കേട്ടോ. തന്തയില്ലാത്തവനെന്നുള്ള വിളി കുറേ കേട്ടതല്ലേ. അമ്മ വാ തുറന്നപ്പോൾ ഞാൻ വണ്ടി കയറി. അപ്പം നിന്നെ ആരാടെ ഇളക്കി വിട്ടത്? 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ പൊക്കുമെന്നും പിന്നെ നിന്നെ ഇറക്കി കളിപ്പിക്കുന്നത് ആ അഭിയും കഷണ്ടിത്തലയും വക്കീലും അല്ലേടാ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഞാനെന്താടാ മണ്ടനാണെന്ന് കരുതിയോ നീ എന്നൊക്കെ ചോദിക്കുമ്പോഴും അഭിയും വക്കീലും അവിടെ നിന്ന് ചിരിക്കുക. ചിരി സഹിക്കാൻ മേല. അപ്പം അച്ഛൻ്റെ കൺട്രോള് പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു തരിയൊന്ന് അച്ഛൻ അടങ്ങ് എന്നൊക്കെ നമ്മുടെ മകനായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു.
ഞാൻ അവരെയും കണ്ടിരുന്നു. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ അമ്മ പറഞ്ഞതേ നീ അച്ഛൻ്റെ മുന്നിൽ പോയി ചാവല്ലേ മോനെ എന്നാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുക. പിന്നെ അമ്മയ്ക്കറിയാമല്ലോ നിങ്ങളെ. പോയി സൂര്യനാരായണൻ സാറിനെ പോയി കാണാനാ എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തമ്പിയുടെ കിളി പോയി. ഇവിടെ വന്നപ്പോഴാണ് സൂര്യനാരായണൻ സാറ് മരിച്ച വിവരം ഞാൻ അറിയുന്നതെന്ന കാര്യമൊക്കെ സക്കീർ ഭായി പറയുമ്പോൾ കുടിച്ചതൊക്കെ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി. കെട്ട് കംപ്ലീറ്റ് ഇറങ്ങി തമ്പിയുടെ. പിന്നെ ഞാൻ സൂര്യ സാറിൻ്റെ വക്കീലിനെ പോയി കണ്ടു. അവരൊക്കെ അച്ഛനായിട്ട് പണിയാൻ നിൽക്കുകയാണല്ലേ. പക്ഷെ ഞാൻ പിടികൊടുത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സക്കീർ ഭായി ഇങ്ങനെ പറയുക കേട്ടോ. പിന്നെ ഒരവിഹിത സന്തതി വന്നാൽ നിങ്ങളെപ്പോലെ ഒരാൾ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പിന്നെ എനിക്ക് എൻ്റെ തടി നോക്കണ്ടേ അച്ഛാ, അച്ഛൻ്റെ മാനവും നോക്കണ്ടേ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ വിഷയം പറയാം. അപ്പോൾ എന്താടാ നിൻ്റെ ഉദ്ദേശം, നീ അത് തുറന്നു പറയാൻ പറഞ്ഞു തമ്പി. അപ്പോൾ നമ്മുടെ ഭായി തന്തയില്ലാതെ വളർന്നവനെ എന്താ വേണ്ടത്, തന്തയെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തമ്പി ചാടി അങ്ങ് എഴുന്നേറ്റ് തമ്പിയുടെ കിളി പോയി. അച്ഛൻ എന്നെ മോനായി അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ മോനാണെന്ന് ഇനിയെങ്കിലും അച്ഛൻ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞ് വിശ്വനായിട്ട് നിന്ന് നമ്മുടെ സക്കീർ ഭായി പറയാം. എന്നിട്ട് ചിരിയും വരുന്നുണ്ട്. രണ്ടുപേരും വായ അടച്ചു പിടിച്ച് ചിരിക്കാം. പിന്നെ എൻ്റെ അമ്മ അവകാശം പറഞ്ഞൊന്നും വരത്തില്ല കേട്ടോ, അവരെ ചുമച്ചും തുപ്പിയൊക്കെ കുഴിയിലോട്ട് എടുക്കാറായി. അങ്ങനെ ഒരു പേടി അച്ഛന് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വക്കീലിങ്ങനെ പറയുന്നുണ്ട്. അച്ഛൻ പറ അച്ഛൻ പറ, എപ്പോഴാണ് ഞാൻ അച്ഛനെ കാണാൻ വരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തമ്പിക്ക് മിണ്ടാട്ടമില്ല. തമ്പിയാണെങ്കിൽ ഭാര്യ കേൾക്കുന്നുണ്ടോന്ന് അകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. അത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. തമ്പി കട്ട് ചെയ്തിട്ട് പോയിന്ന് അബിയോട് വക്കീൽ പറയുന്നിട്ട് അവർ രണ്ടുപേരും കൂടെ തലയും കുത്തി കിടന്ന് ചിരിയാം. അല്ല ഇനിയിപ്പോൾ സക്കീർ ഭായി ഈ ചെയ്ത പ്രവൃത്തി വെച്ച് അന്വേഷണം വരില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു വക്കീലാണെന്നുള്ള കാര്യം അഭിമ മറന്നോ, ഞാൻ വിളിച്ച സിമ്മ ശരിക്കും ഒരു വിശ്വൻ്റെ തന്നെയാണെന്നും പിന്നെ ലോകം ചുറ്റുന്ന എന്നോടാ കളി. സക്കീർ ഭായിക്ക് ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ കോളേജ് പഠനകാലത്ത് കുറച്ച് മിമിക്രി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതിൻ്റെ ധൈര്യത്തിലല്ലേ അഭിമോൻ പറഞ്ഞപ്പോൾ ഞാൻ കയറി അങ്ങ് ഏറ്റത് എന്നു നമ്മുടെ സക്കീർ ഭായി പറയുക കേട്ടോ. തമ്പിക്ക് തേറ്റ് കാണുമല്ലേ, പിന്നെ ഏൽക്കാതെ എവിടെ പോവാനാ എൻ്റെ ഭായി. ഇനി അയാൾ എൻ്റെ മുന്നിൽ വരുന്നത് എനിക്കൊന്ന് കാണണമെന്ന് നമ്മുടെ അഭി അവിടെ നിന്ന് പറയാം. ഇത് കഴിഞ്ഞ് പിന്നെ അമ്മ ഫോൺ എടുത്ത് മോളെ വിളിക്കുക. അമ്മ എന്ത് ഈ നേരത്തെ തന്നെ വിളിച്ചത്, അച്ഛൻ ഇതുവരെ വന്നില്ലേന്ന് ചോദിച്ചു. അച്ഛൻ വന്നു, രാത്രി എന്തോ കണ്ടു പേടിച്ചതുപോലെ വന്ന് കയറിയതെന്ന് പറയുമ്പോൾ പേടിച്ചെന്നോ, ഈ അച്ഛൻ അധികം വൈകാതെ വീട്ടിലെത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കാം മകള്. അല്ല ഇപ്പം എന്താ സംഭവിച്ചത്, എന്താ പ്രശ്നം, വല്ല പ്രശ്നത്തിലും ചെന്ന് പെട്ടോ, അപ്പോൾ അതെന്താണെന്ന് വല്ലതും എന്നോട് പറയോ. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, കാര്യമായിട്ട് എന്തോ അച്ഛന് സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ പോലെ അച്ഛൻ ഇരുട്ടടി കിട്ടി കാണുമോ എന്നിങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അബി കയറി വരുമ്പോൾ മോളുടെ ഫോൺ വിളിയാണ് കേൾക്കുന്നത്. നല്ല ബെസ്റ്റ് മോളെന്നും പറഞ്ഞ് അബി ഇങ്ങനെ ഇവളുടെ സംസാരം കേട്ട് അവിടെ നിൽക്കുക. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ സംസാരിച്ചത്. അത് ചോദിച്ചതും ചീറ്റപ്പോലിയെ പോലെ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു, എന്നെ കൊന്നു കളയുമെന്നുള്ള അലർച്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കണക്കറ്റ് കുടിച്ചിട്ടുമുണ്ട്, പക്ഷെ അടി കിട്ടിയ ലക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനിപ്പോൾ എവിടെയാമ്മ ഉള്ളതെന്ന് അപർണ ചോദിക്കുക. റൂമിലാണോ ഉള്ളത്, അല്ല ഹാളിലിരുന്നാ കുടിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. അമ്മ അങ്ങോട്ട് ചെന്ന് അനുനയത്തിലൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് ചെന്നാൽ എൻ്റെ പൊന്നെ കള്ളുപ്പി എടുത്ത് എൻ്റെ തല എറിഞ്ഞ് പൊട്ടിക്കും, ഞാൻ പോവില്ല എന്ന് അമ്മ പറഞ്ഞു. ഒരു തവണയെ എറിയാൻ വന്നതാണെന്നും അപർണ ടെൻഷനായിട്ട് ഇങ്ങനെ ആണോ, സത്യം പറയാലോ മോളെ, നിൻ്റെ അച്ഛൻ്റെ ഈ പരാക്രമങ്ങളൊക്കെ കാണുമ്പോഴേ എന്തോ ബാധ ദേഹത്ത് കയറിയതുപോലെ എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ദേഹത്ത് ഏതു ബാധ കൂടാനാ, ഇതൊക്കെ അഭി അപ്പുറം നിന്ന് കേൾക്കുക. അപർണ നേരം ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ കാര്യം അറിയാതെ അമ്മ കയറി ഒന്ന് പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ മോളെ ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത്. അമ്മ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വാ അമ്മേ. അമ്മ ഇങ്ങനെ ചുമ്മാ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് മകൾ അമ്മയെ പറഞ്ഞു വിടാനായിട്ട് നോക്കുക. ഈ സമയത്ത് എടാ സൂര്യ, ചത്തു തൊലഞ്ഞിട്ടും നീ എന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ട് മിച്ചറിൻ്റെയോ മറ്റെന്തോ കഷ്ണത്തിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാം, അല്ലേടാ ചെറ്റേന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുന്നു. അപ്പോൾ ജീവിതകാലം മുഴുവനും എന്നെ ദ്രോഹിച്ചിട്ട് നിനക്ക് മതിയായില്ല അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതെല്ലാം മോള് ഫോണിൽ കേട്ടു. അപ്പോൾ ഒരു സംശയമില്ല മോളെ, നിൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് സൂര്യയുടെ പ്രേതമാണെന്നൊക്കെ പറഞ്ഞപ്പം അച്ഛൻ്റെ ദേഹത്ത് സൂര്യയുടെ പ്രേതം കയറുന്ന അമ്മ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കാനായിട്ട് അപർണ പറയുക. ഇതൊക്കെ കേട്ട് നമ്മുടെ അഭിയോടെ നിന്ന് തലയും കുത്തി ചിരിക്കുക. ഇത്രയും കാലം തളർന്നു കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് തല്ലിയ കഥയായിരുന്നു ഭർത്താവിന്. ഭാര്യയും ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ മോൾ അമ്മയോടും ചൂടാവുക. എൻ്റെ അമ്മ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം,
കുടിച്ച് ബോധം പോകുമ്പോഴേ അച്ഛൻ സെറ്റി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മോള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് അബി അങ്ങോട്ടേക്ക് കയറി ചെന്നു. മേളിലേക്ക് കയറി വന്നപ്പോൾ നീ പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടു, എൻ്റെ അച്ഛൻ്റെ പ്രേതം നിൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൂടിയോ എന്ന് അഭി ചോദിക്കുക അപർണയോട്. അപർണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഭയങ്കര പവർഫുള്ളാണെന്നുള്ള രീതിയിൽ. അപ്പോൾ തമ്പിയുടെ ദേഹത്തൊന്നും എൻ്റെ അച്ഛൻ്റെ പ്രേതമേ കയറില്ലടി, പ്രേതങ്ങൾക്കും കയറില്ലേ കാണില്ലേ കുറച്ചൊക്കെ അന്തസ്സെന്ന് ചോദിച്ചപ്പോൾ അപർണയ്ക്ക് കലിപ്പ്. അപർണ കലി കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിൻ്റെ അച്ഛനെ അങ്ങനെ ഏതെങ്കിലും പ്രേതം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വൻ എന്ന പ്രേതമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുക അപർണ, വിശ്വനോ? തമ്പിക്ക് ചേരുന്ന ടീം തന്നെയാണ് അത്, നീ നിൻ്റെ തന്തയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വിശദീകരിച്ച് തരേണ്ടത് നിൻ്റെ തന്തയാണെന്ന് പറഞ്ഞ് നമ്മുടെ അബി അവിടെ നിന്ന് പോയി. അപർണ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ നേരം വെളുത്ത് അളകാപുരിയിൽ പ്രഭാവതി അടുക്കളയിൽ നല്ല ജോലി തിരക്കിലാട്ടോ. പ്രഭാവതി അങ്ങനെ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പൊന്നുകുട്ടി അങ്ങോട്ടേക്ക് വന്നു. സ്കൂളിൽ പോകുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതിനെന്താ, പൊന്നു പോയിട്ട് വരാൻ പറഞ്ഞു. പൊന്നുവിന് ടിഫിൻ വേണോ അച്ഛമ്മേ എന്ന് പറയുമ്പം ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി, ഇപ്പോൾ ഉണ്ടാക്കി തരാം കേട്ടോ എന്നും പറഞ്ഞു പ്രഭാവതി. അങ്ങനെ നിൽക്കുമ്പോൾ പ്രഭാവതിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ. പ്രഭാവതി വേഗം തല കറങ്ങി അവിടെ വീണു. അയ്യോ അച്ഛമ്മേ അച്ഛമ്മേ എന്ന് പറഞ്ഞ് പൊന്നു അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറ്റിയ അച്ഛമ്മേ എന്ന് പൊന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയ്ക്ക് സുഖമില്ലേ, എന്താ പറ്റിയ അച്ഛമ്മേ എന്ന് ചോദിച്ചു കുഞ്ഞടുത്ത് നിൽക്കുക. എന്താ അച്ഛമ്മേ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു. അച്ഛമ്മയ്ക്ക് വയ്യാത്തതുപോലെ ഉണ്ടല്ലോ, എന്താ അച്ഛമ്മേ? അപ്പോൾ ശരീരം തളരുന്നത് പോലെ തോന്നുക മോളെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ഓടിവാന്ന് പറഞ്ഞു പൊന്നു കുട്ടി വിളിച്ചു. അച്ഛമ്മ തല ചുറ്റി വീണു എന്നും പറഞ്ഞു പൊന്നു നീട്ടി വിളിക്കും. അപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ തല ഇറങ്ങി വീണു. അപ്പോഴേക്കും നമ്മുടെ പൊന്നു അപർണ അതിൽ വരുന്നത് കണ്ട് ചെറിയമ്മ ഒന്ന് വേഗം വാ, അച്ഛമ്മ തല കറങ്ങി കിച്ചണിൽ വീണു, വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വീണെങ്കിൽ നിൻ്റെ അച്ഛമ്മ അവിടുന്ന് താൻ എഴുന്നേറ്റോളൂ എന്ന് അപർണ പറയാം. അച്ഛമ്മയെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല എന്ന് കുഞ്ഞു പറഞ്ഞു. ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപർണ. ചെറിയമ്മ ഒന്ന് വാ ചെറിയമ്മ, അച്ഛമ്മയുടെ ബോധം പോയെന്നാ തോന്നുന്നതെന്നൊക്കെ കൊച്ചു പറയുമ്പോൾ കലിപ്പ് കയറി ഇങ്ങനെ പുള്ളിക്കാരി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.